സമയം എന്താ 4:15 നമ്മളിതാ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇക്കയും എല്ലാവരും റെഡിയായി. നമ്മളിപ്പോൾ ഇതാ രാമക്കൽമേടാണ്. രാമക്കൽമേട് നേരെ പോകാൻ പോകുന്നത് കൊടൈക്കനാലാണ്. എല്ലാവർക്കും ലോസ് മറ്റൊരു പുതു വീട്ടിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം രാമക്കൽമേട് കൊടൈക്കനാൽ ട്രിപ്പ് വന്നിരുന്നു. അപ്പോൾ രാമക്കൽമേടിൻ്റെ വിശേഷം കാണാത്തവരുണ്ടെങ്കിൽ അടിപൊളി ജീപ്പ് ട്രക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ഉണ്ടായിരുന്നു. ആരെങ്കിലും കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പോയൊന്ന് ചെക്ക് ചെയ്യുക. ലാസ്റ്റ് വീഡിയോ എന്തായാലും അടിപൊളിയായിരിക്കും, നമുക്ക് ഒരിക്കലും മിസ് ചെയ്യേണ്ടി വരില്ല, അത്ര അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഫുള്ള് കൊടൈക്കനാൽ വിശേഷങ്ങളാണ്. അപ്പോൾ ഏകദേശം 4:30 ആകുമ്പോഴേക്കും നമുക്കിവിടുന്ന് വണ്ടി എടുക്കാനുള്ള പ്ലാനിങ് ആണ്. ഏകദേശം ഒരു 9 മണിയാകുമ്പോഴേക്കും നമുക്ക് അവിടെ എത്താം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ കൊടൈക്കനാലാണ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീണ്ടും നമ്മുടെ പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ ഇതാ ഇറങ്ങിക്കൊണ്ടിരിക്കണം ബുക്ക് ബോക്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ചെറിയ ഉറക്കച്ചതവുണ്ടാവാം. ഉറക്കച്ചതവുണ്ടോ? സംഗതി സത്യം പറ, കുളിച്ചിട്ട് പോലില്ല സംഗതി. അങ്ങനെയൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ ഇപ്പോൾ കുറച്ച് പിള്ളേർ കയറിയിട്ടുണ്ട്. 4:30 ആകുമ്പോഴേക്കും വണ്ടി എടുക്കാനുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ എന്തായാലും നമുക്കിനി കൊടൈക്കനാലിൽ പോകുന്ന വിശേഷങ്ങൾ നോക്കുക. നമുക്ക് കമ്പം തേനി വഴി നേരെ കൊടൈക്കനാൽ കയറാനുള്ള പ്ലാനിങ് ആണ്. ഓക്കെ, അപ്പോൾ നൈസായിട്ട് ചെറുക്കനെ കൊണ്ട് പോവല്ലേ? യെസ്, ഇക്കടെ രാവിലെ തന്നെ ഫോൺ തോന്നുന്നുണ്ട്. ബാക്കി പോകുന്ന നോക്കിയുള്ള വിശേഷം. എണ്ണ അടിക്കാൻ വേണ്ടി കാത്തിരുന്നു. പൈസ ഇല്ലാന്ന് പറയുന്ന പാക്കേക്കർ അങ്ങോട്ട് തള്ളി പറിച്ചോണ്ടിരിക്കുക. അത് എണ്ണ അടിക്കാൻ നിർത്തിയിട്ട് 5000 രൂപയ്ക്ക്. ഇത് ലോക്ക് ചെയ്തിട്ട് വെച്ചണം, കുറച്ചേട്ടാ വേഗം. ദാരിദ്ര്യം പറയുന്നത് കോടികളുടെ ബിസിനസ് നടത്തുന്നതൊക്കെ. ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ കാണുമ്പോ എന്ത് ചന്തല്ല ഇക്കാന്. ഇക്ക പൊന്തി കേരളാണ് ഓണേറെ. പതുക്കെ അങ്ങനെ ഞങ്ങൾ പതുക്കെ ചുരം കയറി തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ വെച്ചാൽ നമ്മൾ കോമൺ ആയിട്ട് കയറാനുള്ള ചുരമല്ല, കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ സൈഡ് കൂടെ കയറിയത്. ഏകദേശം ഒരു 45 കിലോമീറ്ററോളം നമുക്ക് ഇനി റൺ ചെയ്യാണ്ട്. നേരത്തെ നോക്കി 53 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ ഏകദേശം 40 കിലോമീറ്റർ റൺ ചെയ്യാനുണ്ടാവും. അതുപോലെ അതൊക്കെ മതി. അതിൻ്റെ ഓരോ ചായ കുടിക്കൽ എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ നൈസായിട്ട് പോകുന്നു. ഏകദേശം 7:30 ആയിരിക്കുകയാണ്. സംഗതി കോഡ് മറ്റേ റൂട്ടിൻ്റെ അത്ര കോഡല്ലെങ്കിലും മോള് കയറുമ്പോഴേക്കും കോടുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് മാറിക്ക് സംഗതി ഫുൾ ഒരു ഡാം വ്യൂ നോക്കിയത് ഒരു രക്ഷയില്ല. ഫുൾ ഡാം, നല്ല അടിപൊളി ഫുൾ വാട്ടർ ബോഡീസ്. അങ്ങനെ എന്താ വെച്ചാൽ ഡാമാണ്. ഏത് ഡാമാന്ന് വെച്ചാൽ നമുക്ക് കൊടൈക്കനാലിൽ നമുക്ക് 42 കിലോമീറ്ററോളം ഉണ്ട്. ഡാമിൽ ഇവിടെ നമുക്കൊരു വ്യൂ പോയിന്റ് ഉണ്ട്. എന്തായാലും ഒരു രക്ഷയില്ല. ഒരു രക്ഷ എന്ന് വെച്ചാൽ ഈ റൂട്ടും ഒട്ടും മോശമല്ലാതെ ഇരിക്കുകയാണ്. ഇങ്ങോട്ട് വാ. അവിടെ കയറി നമുക്ക് സ്റ്റഡി കയറ്റാം. സ്റ്റഡി പോടാ. വഴി ഒരു രക്ഷയിലാണ്, അത്ര അടിപൊളി വഴി. കൂടാതെ തന്നെ നമുക്ക് അവിടെ ആയിട്ടൊരു വാട്ടർഫോൾസ് ഉണ്ട്. അവിടെ സെൻട്രലിലൊരു വൈറ്റ് ലൈനാണ്, ഒരു വാട്ടർഫോളാണ്. അത് ഒരു രക്ഷയില്ല. അവിടേക്ക് എത്താൻ പറ്റിയ അത്രയും അടിപൊളിയാണ് പറയാം. മറ്റേ റോഡിൻ്റെ അത്ര ട്രാഫിക് ഇല്ല ഈ റോഡിൽ. ട്രാഫിക് പൊതുവെ വളരെ കുറവാണ്. ശാന്തമായിട്ട് ഇടയ്ക്ക് ആ ഒരു പ്രശ്നമുണ്ട്, അല്ലാണ്ട് വേറൊരു വിഷയം ഇവിടെ അല്ല. ഇങ്ങനെ എപ്പോഴും മുഖം പൊത്തിയ ആളായത്. പുറത്ത് നല്ല തണുത്ത കാറ്റാണ്. നല്ല തണുത്ത കാറ്റ് വെച്ചാൽ അത്രയും നല്ല തണുത്ത കാറ്റാണ്. നമ്മൾ ക്ലാസ്സൊക്കെ ഇപ്പോൾ തന്നെ തണുത്തോണ്ടിരിക്കുകയാണ്. നല്ല
തണുത്ത കാറ്റാണ്. ഒരു രക്ഷയല്ല. നല്ല ക്ലൈമറ്റ്, നല്ല ടെമ്പറേച്ചർ, സൂര്യ ഉദിച്ച് വരണത്. ഏകദേശം ഒരു 8 മണി ആയിട്ടുള്ള സമയം. സെറ്റ് ഗൈസ്, കുളിച്ചിട്ട് പോവാം. മൂളിയാറ് സംഗതി മൂളിയാറ് എത്തിയപ്പോഴേക്കുണ്ടാണോ ഇവിടെ അടിപൊളി ഒരു ആറ് ഒരു രക്ഷ. വ്യൂസ് അപ്പുറത്ത് കിട്ടണം. അത്രയും അടിപൊളിയാണെന്ന് വെച്ചാൽ അത്രയും അടിപൊളിയാണ്. എന്താ മൂളിയാറ് ഇതാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഫോട്ടോ. നമുക്ക് ഇവിടുന്ന് നോക്കാം. കുളിക്കേണ്ടവർക്ക് വിളിക്കാം. സൈഡിൽ മൊത്തം ഉറവായിട്ടായിരുന്നു. നമ്മളങ്ങനെ ഏകദേശം ഒരു കാട് പ്രദേശത്തേക്ക് വന്നിട്ട് ഈ റോഡ് അടിപൊളിയല്ലേ? ഇക്കാനും ഇഷ്ടപ്പെട്ട സ്പെഷ്യലായിട്ട് മറ്റേ റേഞ്ചിനെക്കാളും ബെറ്റർ സ്ഥലമാണ് സംഗതി. നമ്മളങ്ങനെ നമ്മുടെ പഴയ കൊടൈക്കനാൽ റോഡിലോട്ട് കയറിയിരിക്കുകയാണ്. എന്താ വെച്ചാൽ നമ്മൾ നമ്മുടെ വഴി കൂടെ വരുമ്പോൾ വേറെ റോഡിലേക്ക് കയറുന്ന ഈ റോഡിൽ കയറും. എന്നാലും ആ ജംഗ്ഷനിലെത്തി നൈസായിട്ട് കൊടൈക്കനാൽ റോഡിൽ കയറി. ഇനി നമ്മുടെ സാധാ റൂട്ടാണ്. ചെറിയ റോഡൊക്കെ ആ സൈഡിലുണ്ട്. ഒരു രക്ഷയില്ല. ബാക്കിൽ അത്യാവശ്യം ചെറിയ പാട്ട് അടിച്ചു പൊളിച്ചിരിക്കുകയാണ്. ഓൾ സെറ്റ്. നമ്മളങ്ങനെ വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തി. നമ്മളെന്തായാലും ഇവിടെ സൈഡാക്കണം. നമുക്ക് ജസ്റ്റ് മുകളിലോട്ട് കയറ്റി വെക്കാം. അതാണ് നല്ലത്. പിള്ളേരെല്ലാവരും ഓരോരുത്തരായിട്ട് ഇറങ്ങി തുടങ്ങി. വളരെ ഉറക്കത്തിലുണ്ടായിരുന്നേ. അയ്യോ, അബദ്ധം സംഭവിക്കുമ്പോൾ പഠിക്കണ്ട. ട്രാവലറിൻ്റെ ഫ്രണ്ടില് സംഗതി ഇന്നിപ്പോൾ കടയൊന്നും തുറന്നിട്ടില്ല കേട്ടോ. സംഗതി കടകളൊക്കെ കുറേശ്ശായിട്ട് ഓപ്പൺ ചെയ്തിട്ട് വരുന്നേ ഉള്ളൂ. നമ്മൾ സാധാരണ വരുമ്പോൾ ഇവിടെ ഫുൾ തിരക്കും ഇതൊക്കെയാണ്. ഇത്തവണ രാവിലെ നേരത്തെ ചെയ്ത് കാരണം ചെറുവണ്ടികളുടെ എണ്ണവും വളരെ ലെസ്സാണ്. അതുപോലെ തന്നെ അവിടെ ആൾക്കാരുടെ എണ്ണവും ലെസ്സാണ്. സോ സമാധാനം പിടിച്ചൊരു പോക്കെന്ന് പറയാം. അതുപോലെ തന്നെ വെയിൽ സാധാരണത്തെ പോലെ നല്ല ചൂടുണ്ട്. പിന്നെ പോരാത്തതിന് നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ഇത്തവണ വെള്ളമൊക്കെ കൂടിയുണ്ടോ? കാരണം കൊടൈക്കനാലിൽ അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ ലോ ആണ്. ഈ ഒരു ടൈമിലൊക്കെ വെള്ളം കൂടി കുറഞ്ഞിട്ടല്ല, അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഇത്തവണ. മഴയത്ത് കൂടി വന്നാൽ പിന്നെ തീരുമാനമായി. ഫുൾ ഒരു രക്ഷ ഉണ്ടാവില്ല. നമ്മുടെ പിള്ളേരൊക്കെ അതൊരു ഗ്രൂപ്പ് ഫോട്ടോന് വേണ്ടി സെറ്റ് ചെയ്യും. ഇവിടെ വന്ന ഫസ്റ്റ്ലി ഗ്രൂപ്പ് ഫോട്ടോ ആണ് മെയിൻ. പക്ഷെ എന്താ വെച്ചാൽ എല്ലാവരും വന്നിട്ടില്ല. അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ഒക്കെ നമ്മുടെ പിള്ളേരാണ്. ഓൾ സെറ്റ്. വെയിലെല്ലാം അടിക്കുന്നുണ്ട്. നല്ല വെയിലടിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സീൻ എന്ന് പറയുന്നത്. അത്യാവശ്യം പിന്നെ ഓവർ സൗണ്ടഡാണ്. അതാണ് ഏറ്റവും വലിയ. നമ്മളങ്ങനെ അഖിലാംബികയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ പാർക്കിങ്ങിൽ ആകെ ദ്വാരയുടെ വണ്ടി മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ വണ്ടി നൈസായിട്ട് ഇവിടെ നൈസാക്കി നിർത്തിയിട്ട് എന്നിട്ട് പിള്ളേരൊക്കെ ഇതാ മുകളിലോട്ട് കയറ്റി വിടുകയാണ്. ഇതാണ് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഗൈസ് നമ്മുടെ പിള്ളേർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വാഷ് ചെയ്തുകൊണ്ട് ഇത് പിന്നെ ദ്വാരയിൽ വന്ന പിള്ളേരാവുന്നുണ്ട്. എന്തായാലും നമ്മളൊക്കെ വേണ്ടി ഇക്കത് അവിടെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കും. ബുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഗതി ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും തണുപ്പാണ്. ഫുൾ തണുത്തൊരു അന്തരീക്ഷം എന്ന് തന്നെ പറയാം. എന്തായാലും ചെറുക്കന്മാർ ഭക്ഷണം സമയം 10 മണിയായില്ലേ, 10 മണി വരെ ബെസ്റ്റ് ടേസ്റ്റ്. റൈസ് ഫുഡിനായിട്ട് നമുക്ക് പൂരിയുണ്ട്, ഇഡ്ഡലി ഉണ്ട്, നൂഡിൽസ് ഉണ്ട്, ബാജി, സാമ്പാർ, ചട്നി, ബ്രെഡ്, ജാമ്, ചായ, എക്സെട്ര. എന്തായാലും നമ്മുടെ പിള്ളേരെല്ലാവരും ഏകദേശം എല്ലാവരും ഫുഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കാം. അതാണ് മെയിൻ കാര്യം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വണ്ടി എടുത്തു. നൈസായിട്ട് നേരെ സൈറ്റ് സീയിങ് കേട്ടോ. നമ്മൾ 11 മണി ഏകദേശം ആയി, 10:30 10:40 എന്തായാലും നമുക്ക് ഇനി നേരെ സൈറ്റ് സീയിങ് ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് ആ സൈറ്റ് സീയിങ് കഴിഞ്ഞൊന്ന് വൈകുന്നേരം ലേക്ക് കൊടുക്കാനുള്ള പരിപാടിയാണ്. അതാണ് പ്ലാൻ. ഇന്ന് വലിയ തിരക്കില്ലാത്ത പാക്കേജർ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. എന്തായാലും നോക്കാം. നമ്മളങ്ങനെ പൈൻ ഫോറസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് ചെറുവണ്ടിക്കാരുടെ തിരക്കാണ്, വലിയ വണ്ടിക്കാരുടെ തിരക്കൊന്നുമില്ല.
സംഗതി മിറാക്കലിൻ്റെ വണ്ടി ഇതാണ്ട് അവിടെ കിടക്കണു. അതുപോലെ തന്നെ ബാക്കി അനിയത്തിൻ്റെ വണ്ടി ബാക്കിൽ കിടക്കുന്നുണ്ട്. ഇവിടെ അവിടെ ഉണ്ട് ബാക്കി കിസ്മത്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ വണ്ടികളുണ്ട്. നമുക്ക് കുരങ്ങന്മാരെ പേടിക്കേണ്ട എന്തായാലും വലിയ വിഷയമുള്ള വിഷയമാണ്. ഗ്ലാസ് എല്ലായിടത്തും നമ്മൾ അടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഗ്ലാസ് ഓക്കെ എല്ലാം ക്ലോസ് ചെയ്യും, കുഴപ്പമില്ല. അയ്യോ ഇവിടെ ഒതുക്കാൻ പറ്റിയ ഒന്ന് ഒതുക്കിയ സൗകര്യമായിരുന്നു. ഇതിലൊതുങ്ങില്ലല്ലോ ഇതിലൊതുങ്ങില്ലല്ലോ ഗായ്സ്. വേണ്ട വണ്ണസ് വന്നുകൊണ്ടിരിക്കുന്നു. വണ്ണസ് വന്നു. ഇവരിനി ഇവിടെ എവിടെയും കൊണ്ടു നിർത്തിക്കോളും. വണ്ണസിൻ്റെ വണ്ടി വിളിച്ചോട്ടെ. ബ്ലോക്ക് ഇവിടെ കാർ പാർക്കിംഗ് ആണ്. ബസ് ഇവിടെ ഇടാൻ പറ്റില്ല. ആന മാങ്ങ ചേന പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വർത്താൻ പറയാൻ പറ്റില്ല. അങ്ങനെ ഹിന്ദിക്കാർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ആ കാറിൽ. അത് 2 പേര് വരുന്നുണ്ട്. നമ്മൾ 49 സീറ്റിൻ്റെ വലിയൊരു വണ്ടി കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കല്ലേ പ്രൈവറ്റ് വരുന്നുണ്ട്. ഏകദേശം 490 ടിക്കറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. അവർ 20 രൂപ ടിക്കറ്റ് എടുക്കുന്നത് കമ്പാരിറ്റീവ്ലി ഇതാണ്. അപ്പോൾ നമുക്ക് വലിയ പാർക്കിംഗ്, നമുക്ക് വലിയ സൗകര്യങ്ങളുണ്ട്. ഈ ഒരു കാർ കൊണ്ട് മറ്റേ 10,000 ബസ് ഇടുന്നു. ബസ് അങ്ങനെ കുറേ ചോറ് വർത്താനത്തിനുള്ള ആൾക്കാരാണ്. നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങോട്ട് നല്ല വർത്താനം പറയും. വണ്ടി ഇവിടെ തന്നെ ഇടുക പറഞ്ഞു. വണ്ടി ഇവിടെ നടക്കില്ല എന്നെ പറഞ്ഞു. കാറിന്നുണ്ടെങ്കിൽ അപ്പുറത്ത് എടുത്ത് മാറ്റാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടെ ബ്ലോക്ക് വന്നിട്ടുണ്ട്. മതി അവിടെ ഫ്രണ്ടിൽ ഏതൊക്കെ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്രണ്ടിലിട്ടൊക്കെയാണ്. അതിൻ്റെ ചെറിയ ബ്ലോക്കാണ് ഈ കാണുന്നത്. നോക്കിയോട്ടെ. എന്തായാലും സീനാണ്. ബസ് നല്ല നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഫിറോനെ കിട്ടിയിട്ട് ഫിറോ മിറാക്കിൾ കൊണ്ട് പോകാൻ ആൾക്കാർ. നിങ്ങൾ ഫുള്ള് വൈറ്റ് ആണുള്ളത്. എന്താ അത് മൊത്തം വൈറ്റ്? ഇത് ചളിയാവാൻ വേണ്ടിയിട്ടാണ്. വൈറ്റ് ആൻഡ് വൈറ്റ്. തമിഴ്നാട് വന്നിട്ട് യൂണിഫോം ഇല്ലാണ്ട് ഒരു പരാതി വേണ്ട. അടിപൊളി. നമ്മൾ കുറഞ്ഞ നിർത്തിയപ്പോഴേക്കും ഏകദേശം വണ്ടികളൊക്കെ ഒഴിക്കും. വണ്ടി നിർത്തിയിട്ട് ബാക്കി പറഞ്ഞുതരാം. ഫ്രണ്ട് പോകാൻ വേണ്ടി നമ്മൾ വണ്ടി നൈസായിട്ട് അവിടെ നിന്ന് എടുത്ത് മാറ്റി ഇവിടെ ഈ ഒരു സൈഡ് കൊണ്ട് നിർത്തി. കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ നമ്മുടെ മുമ്പിൽ ക്രോസ് ഉണ്ടായിരുന്നത്, നമ്മുടെ സൈഡിൽ അവനെ ക്രോസ് ആക്കിയിട്ട് നമ്മൾ ഇട്ടിരുന്നത്. പിന്നെ ഒരു കച്ചറ ഉണ്ടാക്കിയത് എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ടാക്സി ഡ്രൈവർ ഉണ്ടായിരുന്നു. ഈ ടാക്സി ഡ്രൈവർമാർക്ക് എന്ന് വെച്ചാൽ അവർക്ക് സുഖമായിട്ട് നിർത്താനുള്ള കുണക്കലാണ്. നമ്മുടെ അടുത്ത് ആ പരിപാടി നടക്കില്ല. നമ്മളിതിൻ്റെ അപ്പുറം കണ്ടു നിന്നവരാണ്. അപ്പോൾ അതിനുള്ള മറുപടി നമ്മൾ അപ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവൻ വേറെ കുറേ ടാക്സി ഡ്രൈവർമാരെയൊക്കെ വിളിച്ച് എത്തിയിട്ട് ഇവരെ ഇവിടുന്ന് മാറ്റിക്കണം എന്നുള്ള മൈൻഡ് സെറ്റിലൊക്കെ വന്നിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ടാക്സിക്കാരുടെ അടുത്ത് ബാക്കിയുള്ളവരടുത്ത് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി. അതായത് അവരും ഡ്രൈവേഴ്സ് നമ്മളും ഡ്രൈവേഴ്സ്. വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് വർത്താനം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ സോൾവ് ആക്കി. ജസ്റ്റ് മിസ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ആൾക്കാരൊക്കെ അതിൻ്റെ മുമ്പ് ഗ്ലാസ് ഒന്ന് കയറ്റട്ടെ കേട്ടോ, ഇല്ലെങ്കിൽ കുറഞ്ഞമാർ ആക്രമിക്കുന്നതായിരിക്കും. യെസ്. അപ്പോൾ റാവൺ ഇവിടെ കിടക്കുന്നുണ്ട്. അങ്ങോട്ട് പോവാം. ഇദ്ദേഹം കുറച്ച് വയസ്സായ ആളാണ്. അതായത് ഒരു കുട്ടിയും തള്ളേണ്ടി തോന്നുന്നു. പിന്നെ വേറെ കുറേ ടീംസുകളൊക്കെ ഉണ്ട്. ഇവന്മാരൊക്കെ ഇതിൻ്റെ മുകളിലാട്ടോ. നമ്മുടെ അവിടെ അടുത്തവന്മാർ കുട്ടി നല്ല അവിടെ ഉണ്ട്. ഇന്നെ കളിയാക്കാനുള്ള മനസ്സിലാ തീർത്തേരാട്ടാ. നമുക്ക് ചാടി പോവാം. ഗായ്സ് അനിയാൻ പോകുന്നു. തുടർന്ന് കല്യാണം വിളിക്കുന്നതായിട്ട് വീഡിയോ വയനാട് വമ്പനടി എന്ന് പറഞ്ഞാൽ ഇത്ര നേരം അടിച്ചോണ്ടിരിക്കുകയാണ്. അതാ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. ഇവർക്ക് വേറെ പണിയൊന്നുമില്ല. പോയി തല്ലൂർ നോക്കിയോക്കും എല്ലാ കുട്ടികളെ മരി. അല്ലാണ്ട് അങ്ങോട്ട് പോയപ്പോൾ അവർ അമ്മയിട്ട് നല്ല ഉക്കും
സ്മൈല് ഞങ്ങളങ്ങനെ അടുത്ത് ഗുണ കേവിലേക്ക് വണ്ടി എടുത്തിരിക്കുകയാണ്. ഗ്ലാസ് അടച്ചിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ പോയി മറക്കും തടക്കാം. അതാ ലോറെന്തേ നമ്മൾ ഇന്നലെ വന്നേ, ആ ലോറ് വരുന്നു. ഗുണ കേവ് അതിൻ്റെ മുകളിലേക്ക് കയറി പോകാണ്ട്. നമ്മുടെ ഗുണ കേവിൽ ഫുൾ കോട, ഒരു രക്ഷയില്ലാത്ത ഫുൾ കോട വരുന്നതെന്ന് വെച്ചാൽ അത്രയും ഇത് സംഗതി എന്താ പറയുക, അത്രയും അടിപൊളിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് സംഗതി സാധാരണ എൻട്രൻസ് വരെ കോടയൊക്കെ ഉണ്ടാവാറില്ല. പക്ഷേ ഇത്തവണ അതൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു കയറ്റം കയറുമ്പോഴേക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് കോട, ആറ്റം വരെ കോട ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ തിരക്കില്ലാത്തതുകൊണ്ട് വലിയ തിരക്കൊന്നും നമുക്ക് കാണുന്നില്ല. ആൻഡ് നമ്മുടെ പിള്ളേർ കുറച്ച് പേര് ഇവിടെ, ബാക്കി ഇവരാണ് ലാസ്റ്റ് ആൾക്കാർ, സാറന്മാരൊക്കെ പാടെ. അയ്യോ ഇപ്പം ഫുള്ള് ചെറിയ പിള്ളേരാണ്. നമ്മളെ തിരക്കുന്നില്ല, ഒട്ടും തിരക്കില്ലാന്ന് പറയാം. പിന്നെ എന്തായാലും നമുക്ക് നേരെ പോവാം. സംഗതി ഇവിടെ ഫുള്ള് കോടുണ്ട്, അതുപോലെ തന്നെ ചെറിയ പിള്ളേരുണ്ട്, കുറേ ചെറിയ പിള്ളേരുണ്ട്. കുരങ്ങന്മാരെ പൊടിച്ചിട്ട് പോകുന്നുണ്ട്. പോട്ടെ പോട്ടെ, അതെ അന്നൊന്നും ചെയ്യൂല. അപ്പോൾ എന്തായാലും സംഗതി അവിടെ ആ ഒരു സൈഡ് ഫുള്ള് കോടുണ്ട്. എന്തായാലും ആവശ്യമുള്ള കുറേ അങ്ങോട്ടൊക്കെ ട്രക്ക് ചെയ്ത് പോകണമെങ്കിൽ ട്രക്ക് ചെയ്ത് പോകാനുള്ള രീതിയിൽ ചെറിയ രീതിയിൽ അഡ്വഞ്ചറായിട്ട് പോവാം. എന്തായാലും അവിടെ വ്യൂ പോയിന്റ് ഉണ്ട്. കൊടൈക്കനാലിക്ക് പിന്നെ എന്തിനാ വന്നിട്ടുണ്ട്? നമ്മളങ്ങനെ ഗുണാക്കേവിൻ്റെ എൻഡിലെത്തിപ്പിക്കുള്ള കാഴ്ച എന്താ അറിയോ, ഫുൾ കോട. ഇവിടെ വലിയൊരു ഇതൊക്കെ ഉണ്ട്, ഡീപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഫുൾ കോടയിട്ട് കോട അപ്പോൾ കയറി തുടങ്ങി. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കോട ഇറങ്ങിയതുണ്ടായിരുന്നു, അപ്പോഴേക്കും കോട പെട്ടെന്ന് ഇറങ്ങി. ഇപ്പോൾ വീണ്ടും കോട കയറിക്കൊണ്ടിരിക്കുന്നു. അടിപൊളി. നമ്മൾ പിള്ളേരൊക്കെ ഇതിൻ്റെ മുകളിലോണ്ട് കയറിക്കൊണ്ടിരിക്കുന്നു. വ്യൂ പോയിന്റിലോട്ട് നമുക്കിങ്ങനെ പതുക്കെ പതുക്കെ കയറി കയറി ടോപ്പ് നോക്കുകയാണെങ്കിൽ നമുക്കിതാ ഒരു പാറക്കെട്ടിൻ്റെ സൈഡ് ഭാഗം മൊത്തമായിട്ട് കാണാം. വലിയൊരു സ്റ്റീപ്പായിട്ടാണ് അടിയിലേക്ക് അങ്ങനെയൊക്കെ ആയിട്ട്. നമ്മൾ അവിടെ നിന്നാണ് മറ്റേ വീഡിയോ എടുത്തത്. നേരെ നമ്മുടെ വ്യൂ പോയിന്റിലെത്തി നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് കാണാം. മൊത്തത്തിൽ വൈഡായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പതിയെ പതിയെ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. സംഗതി വേരിൻ്റെ ഇടയിൽ കൂടെ കയറുന്നതൊക്കെ കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റി ആണെന്ന് വെച്ചാൽ ചെറുതായിട്ടൊക്കെ ആണ്, എന്നാൽ വലിയ രീതിയിലല്ല എന്ന് പറയാം. എന്നാലും ഒരു എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ. കുറച്ച് നേരം അവന്മാരോട് ഇന്ന് പാട്ട് പാടിയുണ്ട്. എല്ലായിടത്തും പോയിട്ട് പാട്ട് പാടണമെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ സ്ഥലത്ത് ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനി നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഒരു പതുക്കെ പതുക്കെ കയറി കയറിപ്പോ. ഇതിൻ്റെ ടോപ്പ് ഇത്രേ ഉള്ളൂ. ഓരോ റീലെടുക്കാനുള്ള കഷ്ടപ്പാടാണ് പിള്ളേരെ മൊത്തം. മെല്ലെ പോലെ ഇട്ടു, പാഞ്ഞു പോരുത്. സാറാണ് പോയി. പതുക്കെ പോയാ ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കും കോടാന്ന് പറഞ്ഞാലും പോരാ, അങ്ങനെ കോട കയറി. പിള്ളേരെന്തായാലും അവിടെ പോയി അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു, എല്ലാം സെറ്റപ്പാക്കി പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പതുക്കെ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. യെസ്, അങ്ങനെ ഇവിടെ വീണാൽ നാണം കെടും, അതുകൊണ്ട് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ പണി വരും. തിരക്കൊന്നുമില്ല കേട്ടോ, സമയം തിരക്ക് നല്ല രീതിയിൽ ഒഴിഞ്ഞുണ്ട്. ഏകദേശം 1 മണി കേട്ടോ സമയം. 1 മണിയൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു രീതിയിലേ തിരക്കുള്ളൂ. ഇന്ന് വലിയ പ്രയോജനമാണ് നമുക്ക്. കണ്ടോ, ഇത്ര ഒഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണാൻ പറ്റും, പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത്രയും ഫ്രീ ആയിട്ട് ഇത്. ഇതാണ്ട് നമ്മുടെ ബസ് അവിടെ നിൽക്കുന്നു. ഞാനിങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മുടെ പിള്ളേരൊക്കെ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ നിന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നാട്ടിൽ കൂട്ടിയിട്ട് നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തിരക്ക് നല്ല രീതിയിൽ കുറഞ്ഞു. അതിന് വലിയ പ്രയോജനം. നമുക്ക് വലിയ റഷില്ല. അവിടെ ഫുൾ കാലിയായിട്ടാണ്, നല്ല ക്ലൈമറ്റാണ്. ഒക്കെ ഒരു എല്ലാ സമയത്തും നമുക്ക് മാക്സിമം അടിച്ചു പൊളിച്ച് പോകാനും പറ്റുന്നുണ്ട്. അതിനൊരു വലിയൊരു ഗുണമാണ് നമുക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള നോക്കാം. മിക്ക പിള്ളേരൊക്കെ വരട്ടെ, എന്നിട്ട് നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് പോവാം. ഓക്കെ, അതാണ് ഇനിയുള്ള പരിപാടി. മിക്കൊക്കെ ഇപ്പോൾ ബസ്സിൻ്റെ കൂടെ ഉണ്ടാവും. നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് വെണ്ണസിൻ്റെ റാവൺ അവിടെ നിൽക്കുന്നുണ്ട്. ഗായ്സ്,
സംഗതി പാവ ചേട്ടൻ അബദ്ധത്തിൽ 30 ടിക്കറ്റ് അടിക്കണതിന് വരെ 300 ടിക്കറ്റ് അടിച്ചെടുക്കാം. 3000 രൂപയാണ് കയ്യിൽ നിന്ന് വെക്കേണ്ടി വരിക. പിന്നെ ഇവിടെ കുറേ ഗാലറി ഐറ്റംസ് ഒക്കെ ഉണ്ട് വെച്ച് ഇതാക്കാനൊക്കെ. ഇതാണ് ഇതാണ് അൽ പാക്കേജ്. ചിരിച്ചേ സ്മൈൽ പ്ലീസ്. സ്മൈൽ പ്ലീസ്. പാവകള് കഞ്ഞി കുടിച്ച് പോയാണ്. കഞ്ഞിയാണോ ബിരിയാണിയാണോ ഞങ്ങൾക്ക് അറിയുന്നത്. ശമ്പളം കിട്ടിയല്ല ആർത്തിയില്ല. തീറ്റ ഭക്ഷണത്തിനോട് മാത്രം എന്തായാലും ചെറിയൊരു ഇഷ്ടം കൂടുതലാണത്. ഇപ്പം എന്തായാലും നമ്മുടെ പിള്ളേർ പില്ലർ റോക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് സെറ്റാണ്. അവരൊക്കെ പോയിട്ട് എല്ലാം ഇതാക്കി വന്ന് അവിടെയാണ് പില്ലർ റോക്ക്. നമ്മുടെ ആ കാണുന്ന സംഗതി വലിയൊരു രക്ഷയില്ല കേട്ടോ. ഓ ഗൈസ്, നമ്മളുടെ വണ്ടി ഇതാ നേരെ സൂയിസൈഡ് പോയിൻ്റ് അവിടെ എത്തി. അങ്ങനെ പിള്ളേർ നേരെ വിട്ടിറങ്ങാണ്. അവർക്ക് ബാക്കിയുള്ള പർച്ചേസിനൊക്കെ വേണ്ടിയിട്ട് നൈസായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അതിൽ നമ്മൾ മിക്കയും പാക്കേജ് ഇറക്കപ്പെടെ ഇരിക്കുന്നുണ്ട്. ഉള്ള ആരൊക്കെ ഫോൺ അടിക്കുന്നുണ്ട് അതിൻ്റെ അല്ല അതെ. അപ്പോൾ ഇനി നമുക്ക് ഏകദേശം സമയം 2 മണി, 3 മണി, 2:30, 2:45 മണി നമുക്ക് ഭക്ഷണം കൊടുക്കാം. ആ ഒരു ഇല്ല, പിള്ളേർക്ക് എന്തായാലും വിശക്കണമെന്നുണ്ട്. അങ്ങനെ നമ്മൾ വൈകിട്ടല്ലേ രാവിലത്തെ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ അതൊരു പ്ലാനിങ്ങിൽ സെറ്റ് ചെയ്തതാണ്. പിന്നെ നോക്കിയേക്കാം. അതുപോലെ തന്നെ ചോക്ലേറ്റ് പർച്ചേസ് ഉണ്ട്. നമ്മുടെ റിബണിൻ്റെ കട അവിടെ തന്നെ ഇവിടെ നിർത്തിയിരുന്നു. അതുപോലെ കാര്യം ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ നേരെ അഗ്രാമിയെ കൂടെ നിർത്തി. ഇപ്പോൾ ഇവിടേക്ക് നമ്മുടെ വണ്ടികളുണ്ട്. സെൻറ്റ് പ്യൂസ് ഉണ്ട്, ദേവിക്കുണ്ട്, നമ്മുടെ മിറാക്കിൾ ഉണ്ട്, അതുപോലെ മറ്റേ വണ്ടിയുണ്ട്. നമ്മുടെ വീരാബോഡി ഉണ്ട് കേട്ടോ. അതുപോലെ അങ്ങനെ വീരാബോഡി രക്ഷയില്ല. നമ്മുടെ പർവീൻ ട്രാവൽസിൻ്റെയാണ്. ഇവർ വന്നിട്ട് ബാക്കിൽ ചേസ് കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഡിക്കി സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ട് വളരെ നെക്സറീസ് പറഞ്ഞ വണ്ടിയില്ലേ. പൊതുവേ തമിഴ്നാട്ടിലെ വണ്ടികളൊക്കെ ബാക്ക് കട്ട് ചെയ്യാറുണ്ട്. ഇതിൻ്റെ എന്തായാലും ബാക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു ഏരിയ ഡിക്കി സ്പേസാണ്. ചേസിൻ്റെ ഒരു കഷ്ണം വരില്ല. നല്ലൊരു കാര്യമാണ് സംഗതി. പക്ഷെ നമ്മളുടെ കേരളത്തിലുള്ള ഒരാൾക്കാരും ഡിക്കി കട്ട് ചെയ്യാൻ നിൽക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഡിക്കിയല്ല ചേസ് കട്ട് ചെയ്യാൻ നിൽക്കില്ല. ചേസ് കട്ട് ചെയ്താൽ അവിടെ ഒരു മുഴ പോലെ നിൽക്കും. പക്ഷേ ഞാൻ പൊതുവെ തമിഴ്നാട് വണ്ടികളും ചില കർണാടക വണ്ടികളിലും ഡിക്കി സ്പേസ് ചേസ് കട്ട് ചെയ്ത് കണ്ടിട്ടുണ്ട്. നമ്മളെന്തായാലും കട്ട് ചെയ്യും. കേരളത്തിലുള്ളവരൊന്നും ആരും ചേസ് കട്ട് ചെയ്യാൻ നിൽക്കാറില്ല. അത് നമ്മുടെ വണ്ടിയുടെ സ്ട്രോങ്നെസ്സിനെ ബാധിക്കും എന്നൊക്കെ നമ്മൾ ഒരു തരത്തിൽ നോക്കുമ്പോൾ ശരിയാവാം. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. പിള്ളേരൊക്കെ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ട്. ഇക്ക ഓൾറെഡി നേരത്തെ പോയിട്ടുണ്ട് പിള്ളേരെ കൊണ്ട്. നമുക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. പിള്ളേരെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. ഭക്ഷണം നമുക്ക് ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ പോരാത്തതിന് ബിരിയാണി, സലാസ്, കച്ചമ്പർ, ബിരിയാണി, കച്ചമ്പർ, അച്ചാറ്, ചിക്കൻ ബിരിയാണി ആയിരുന്നു. പക്ഷേ വെയിൽ ഭയങ്കര. അപ്പോൾ ഒന്ന് പിള്ളേരെ കൊണ്ട് നേരെ ലേക്കിലോട്ടാണ് ഇതാണോ ഒക്കെ ലേക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെയായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വെയിലാണ് സഹിക്കാൻ പറ്റാത്തത്. കുറച്ച് കഴിയുമ്പോഴേക്കും തണുപ്പ് കയറും. അതാണ് ഒരു പ്രയോജനം. ഗൈസ്, ബോട്ടിങ്ങുള്ള റേറ്റ് 2 സീറ്റിൽ പെഡൽ ബോട്ടിങ്ങിനാണെങ്കിൽ 300, ചാർജസ് 150. റീഫണ്ടബിളാണ്. 4 സീറ്റിന് 500 അടക്കണം, 250 റീഫണ്ട്. 6 സീറ്റിന് റോബോട്ടാണ്. അപ്പോൾ പെഡലിനല്ല 800 400. വാട്ടർ സൈക്കിൾ ബോട്ട് 20 മിനിറ്റിന് 400. ഓക്കെ, റീഫണ്ടബിളാണ്. കാരണം പെഡൽസ് ഓക്കെ. അടിപൊളിയാണ്. മതി. നമ്മുടെ പിള്ളേരൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പോകണ്ടേന്ന്. കുറേ പേർക്ക് പോകണമെന്നുണ്ട്, കുറേ പേർക്ക് പോകണ്ടെന്നുണ്ട്. ഒരു ചർച്ച നടത്തിയിട്ട് തീരുമാനമാക്കാം. എനിക്ക് ലൊക്കേഷൻ വെച്ച് തന്നെ കിട്ടാം. ഗൈസ്, ഞങ്ങൾ ബോട്ടിങ്ങിൽ കയറിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ സാധിക്കൂ? അയ്യോ ഗൈസ്, വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. അവിടേക്ക് നമുക്ക് പോയാക്കാം. പി അല്ലേ? ഈ ശബ്ദം ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. ഞങ്ങൾ ബാക്കിയുള്ള ഗ്യാങ്ങിനെ തപ്പാൻ പോയിട്ട് ഒരവിടെ എത്തിയില്ലേ? ഇത് ഞങ്ങൾ ഓപ്പോസിറ്റ് തിരിച്ചാലേ വണ്ടി തിരിയൂ. സംഗതി കാലൊക്കെ കടയുണ്ട്. വള്ളക്കുപ്പി പറഞ്ഞെടുക്കായിരുന്നു. അയ്യോ, വാട്ടർ ഫൗണ്ടൈനൊക്കെ ഓണാക്കിയിട്ടുണ്ട്. എന്തായാലും അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അയ്യോ, മഴയിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. എന്താ നീങ്ങാത്ത? നീങ്ങുന്നില്ല. നിന്നോടാ എന്തെങ്ങനെ പോണില്ലടാ? നീങ്ങണില്ല.
ഇനിയിപ്പോ ഒഴുക്കിങ്ങടായതുകൊണ്ടാണോടാ? അയ്യോ സമയം എന്തായി? 54 കുഴപ്പമില്ല. പിള്ളേർ പോണേ. അവരെ പിടിക്കാൻ വേണ്ടി പോയത്. ചവിട്ടാണ്. അടുത്ത സൈക്കിള് പോണു. അയ്യോ ഒക്കെ വൈബാ. എല്ലാ പിള്ളേരും ഒരേ രക്ഷയിലാണ്. ഓ ഗായ്സ്, ഞങ്ങൾ അങ്ങനെ ഈവനിങ് വരെ സൈക്ലിങ് കഴിഞ്ഞു, ബോട്ടിങ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം പരിവൊക്കെ ഞങ്ങൾ ക്യാമറ ഓണാണ്. ഇവിടെ മിന്നണ കാണാല്ലേ? അപ്പോൾ ഓണാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഡി ജെ അല്ല, ക്യാമ്പ് ഫയർ ഉണ്ട്. ക്യാമ്പ് ഫയർ കഴിഞ്ഞിട്ട് ഫുഡ്. ഓ ഗൈസ്, പയർക്ക് നമ്മളങ്ങനെ ക്യാമ്പ് ഫയറിന് എത്തിയിരിക്കുകയാണ്. അവിടെയാണ് ക്യാമ്പ് ഫയർ. ഇതാ ഇവിടെ ഉണ്ടോ? ഇതാ പയറൊക്കെ ഇറന്നിട്ട് തൊള്ളേമലി കൂട്ടണം. ഓ ഗൈസ്, നമുക്കിനി അടുത്ത പരിപാടി നോക്കാം. വണ്ടി ഇരിക്കണം, പരിപാടി നോക്കണം. ആ പട ദൈവമേ, എന്താ ഇവിടുത്തെ അവസ്ഥ? ഗൈസ്, എന്നെ കൂട്ടൊക്കെ കഴിക്കുന്നത് ഗൈസ്, നമുക്ക് പൊറോട്ട ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, നെയ്ച്ചോറുണ്ട്, ഗ്രേവി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്താ രണ്ട് സെയിമാണ്. അതിൻ്റെ അപ്പുറം സാധനമുണ്ട്. എന്നെ കൂട്ടൊക്കെ കഴിക്കുന്നത് ഗൈസ് 1, 2. നമ്മുടെ പിള്ളേരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് മുഖ്യം. ഞാൻ പോയിട്ട് ഫുഡ് എടുക്കട്ടെ, ബാക്കി പിന്നെ കാര്യം. പാക്കേജിൽ ഭക്ഷണം അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്ലാസുണ്ടപ്പോൾ പാക്കേജിൽ കൈമാറ്റും. ഓ ഗൈസ്, അങ്ങനെ ഭക്ഷണം കേൾക്കലെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഈ നാട്ടിലെടുത്തിരിക്കാൻ പോവാം. ഏകദേശം സമയം 9:45 ആൾക്കാരെല്ലാവരും കയറി നൈസായിട്ട് വിടുക, നേരെ നാട്ടിൽ പോവുക എന്ന പരിപാടി. നല്ല തണുപ്പുണ്ട് കേട്ടോ, വല്ലാത്തൊരു തണുപ്പാണ്. എന്തായാലും ലിക്ക് അവിടെ ഉണ്ട്. പാക്കേജർ ബാക്കല്ലേ, ഞാൻ തുറന്നു കൊടുക്കാം. എന്തായാലും നമുക്ക് ഭയങ്കര സൗകര്യം വേണ്ടത്ര കഴിക്കാൻ പറ്റും. ഓക്കെ, പിന്നുള്ളതാണ് എന്ത്, നമ്മളുടെ അഡ്വഞ്ചർ ആയിട്ടുള്ള. എന്നെ സംബന്ധിച്ച് ഭയങ്കര പേടിയുള്ള വ്യക്തിയാണ്. സോ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മളെ ഈ അത്രയും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത്, അതിന് നമ്മളുടെ ഗൈഡിന് ഒരു നല്ലൊരു കയ്യടി കൊടുക്കൽ നിർബന്ധമാണ്. നമ്മളെ വലിച്ചു കയറ്റി കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അല്ലേ, അടിപൊളിയായിരുന്നു. അതിൻ്റെ ഇത് വേദന എപ്പോഴും ഉണ്ട് കാലുമൊക്കെ ആ കയറിയില്ലേ. ഓക്കെ, അപ്പോൾ ഭയങ്കര രസമായിരുന്നു. പിന്നുള്ളതാണ് അങ്ങനെ പോയി നമ്മൾ കൊടൈക്കനാൽ ഒരുപാട്, ഞാൻ കൊടൈക്കനാലിക്ക് ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല, പല സ്ഥലത്ത് പോയിട്ടു. പക്ഷേ കണ്ടു കനാല് ഞാൻ കണ്ട പോലെ, അല്ലെ ഞങ്ങൾ 4 ആൾ കണ്ട പോലെ വേറെ ആരും കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. എന്തായാലും വാശിയായിരുന്നു ആ 7 കിലോമീറ്റർ നടക്കണമെന്ന്. അത് നടന്ന് തീർത്തു ഒരു വട്ടം. എന്തായാലും നല്ലൊരു ഓർമ്മയായിരുന്നു. എല്ലാ മുക്കുമൂലയും കണ്ടു. ഓക്കെ, പിന്നെ മോർണിംഗത്തെ പ്രോഗ്രാമുകൾ എല്ലാം അടിപൊളിയായിരുന്നു. ഗാർഡൻ, നമ്മളെ ഫോറസ്റ്റ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. പിള്ളേരെല്ലാം ഇറക്കി 4 മണിക്ക് ഇറക്കം പറഞ്ഞു. ഞങ്ങൾ ഏകദേശം 4 മണിക്ക് ഇറക്കി പകുതി വഴിക്ക് എത്തി. തിരിച്ചു പോകുന്നോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാക്കേജർ ക്യാമറ കൊടുത്തപ്പോഴേക്കും പാക്കേജർ മുങ്ങുകയാണ്. പാക്കേജർ വെറുതെ അല്ല, ഇക്ക അവിടെ ഉണ്ട്. നമ്മുടെ പിള്ളേർ എന്തായാലും ട്രിപ്പൊക്കെ അത്ര അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിരുന്നു. അഭിപ്രായമൊക്കെ അടിപൊളിയായിരുന്നു, ഒട്ടും മോശമൊന്നും ഉണ്ടായില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ പാക്കേജർ കഴിവാട്ടോ. നിർത്തിയിരിക്കും മനസ്സാ, ഞാൻ എന്തിങ്ങനെയായിരുന്നു. അയ്യോ, അപ്പോൾ നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.
അഭിപ്രായം നിർദ്ദേശം തൊട്ട് കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നീട് നമുക്കിനി ആകെ ഇതിൽ ബാക്കിയുള്ളതാണോ ഇത്രയും വെള്ളക്കുപ്പികൾ മാത്രമേ ഉള്ളൂ. കുറേ വെള്ളക്കുപ്പികളുണ്ട്. അപ്പോൾ അടുത്തൊരു പുത്തൻ വീഡിയോയുമായി നിങ്ങൾ മുന്നിൽ ബൈ ടേക്ക് സൈനിങ് ഓഫ്. സമയം 4 മണിയായില്ലേ, 5-6 ഉച്ചയ്ക്കുള്ളൂ. ഇന്ന് ഉച്ചയ്ക്ക് ഒരു ചെറിയ കല്യാണം ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം എന്തായാലും ഉച്ചത്തെ പരിപാടി. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്ത് തൊട്ട് നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത പുത്തൻ വീഡിയോയുമായി നിങ്ങൾ മുന്നിൽ വരും വരെ ബൈ ടേക്ക് സൈനിങ് ഓഫ്.